Good morning, students. നമുക്ക് ചെയിൻ റൂളിലെ മറ്റൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. Using chain rule, find dou z by dou u and dou z by dou v. Given that z is equal to e raised to xy, where x is equal to 2u plus v, y is equal to u by v. ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയിൻ വരയ്ക്കുമ്പോൾ z containing two variable x and y, and x containing uv, y containing uv. അപ്പോൾ എക്സിനും uv, വൈയിലും uv. അപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തില് എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടി എലോൺ ആയിരുന്നു. ഇവിടെ എക്സിനും വൈയിലും രണ്ട് ഡിഫറെന്റ് വേരിയബിൾസ്. അപ്പൊ z containing two independent variable and x containing another two independent variable. ആ ഒരു കേസില് നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ഡോ z by ഡോ u, നമ്മുടെ ഫിഗറിലേക്ക് നോക്കാം. ഡോ z by ഡോ u എന്നുള്ള ഫോർമുല എഴുതുന്നത് എങ്ങനെയാണ്? ഡോ z by ഡോ x. എന്തുകൊണ്ടാണ് ഡോ z by ഡോ x എടുക്കാൻ കാരണം? z containing two independent variable. ഇനി നമ്മൾ രണ്ടാമത്തെ കേസിൽ x എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് u and v ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കണം. ഡോ x by ഡോ u പ്ലസ് രണ്ടാമത്തെ കേസിൽ എന്ത് വരും? ഡോ z by ഡോ y, കാരണം z containing two independent variable. Then again y containing two independent variable u and v, therefore ഡോ y by ഡോ u. ഇനി നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ഡോ z by ഡോ x കണ്ടുപിടിക്കണം. എന്താണത്? e raised to xy. e raised to x ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? e raised to x തന്നെയാണ്. അപ്പോൾ e raised to xy കോൺസ്റ്റന്റ് എന്താണ്? y ഇൻറ്റു ഡോ x by ഡോ u എന്താണ്? ഇതിനെ നമ്മൾ u വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. പ്ലസ് ഡോ z by ഡോ y എന്താണ്? e raised to xy ഇൻറ്റു x. ഡോ y by ഡോ u എന്താണ്? ഡോ y by ഡോ u എന്ന് പറയുമ്പോൾ 1 by v. ഇനി ഇതിൽ കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാം? നമുക്ക് e raised to xy പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2y പ്ലസ് x by v. ഇനി നമുക്ക് എന്ത് ചെയ്യാം? e raised to x ന് പകരം 2u plus v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ക്ക് പകരം u by v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു 2 ഇൻറ്റു y ക്ക് പകരം 2u by v പ്ലസ് x ന് പകരം എന്ത് കൊടുക്കണം? 2u plus v by v. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടണേ? ഡോ x by ഡോ u ന്റെ ആൻസർ എന്ത് കിട്ടി? 2u by v, 2u plus v by v into e raised to 2u plus v into u by v. ഇതാണ് നമുക്ക് ഡോ z by ഡോ u കിട്ടുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഡോ z by ഡോ v കാണണം. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത z-ലും x-ലും y-ലും ഒക്കെ മോർ ദാൻ 1 വേരിയബിൾസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് കംപ്ലീറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഡോ z by ഡോ x into ഡോ x by ഡോ u, ഡോ z by ഡോ y into ഡോ y by ഡോ u. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത രണ്ടാമത്തെ ഫംഗ്ഷൻ, അതായത് ഡോ z by ഡോ v കണ്ടുപിടിക്കണം. ഡോ z by ഡോ v. അപ്പൊ u ന് പകരം എന്ത് കൊടുക്കണം? v കൊടുക്കാം. അപ്പൊ എന്തായാലും കിട്ടുന്നത് ഡോ z by ഡോ x into ഡോ x by ഡോ v പ്ലസ് ഡോ z by ഡോ y into ഡോ y by ഡോ v. u ന് പകരം v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഡോ z by ഡോ x എന്താണ്? e raised to xy into e raised to xy നമ്മൾ ഡിഫറൻഷിയേറ്റ് x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y വരും. into ഡോ x by ഡോ v എന്താണ്? ഡോ x by ഡോ v എന്ന് പറഞ്ഞാൽ 1. കാരണം x is equal to 2u plus v നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ v യുടെ കോഎഫിഷ്യന്റ് ഇവിടെ എഴുതാം. പ്ലസ് ഡോ z by ഡോ y എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to xy into x. ഡോ y by ഡോ v എന്ന് പറഞ്ഞാൽ എന്താണ്? u into 1 by v നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? -1 into v raised to -2. ഇനി ഇതിൽ കോമൺ ആയിട്ട് എന്താണ് പുറത്തുള്ളത്? e raised to xy പുറത്തെടുക്കാം. അപ്പോൾ y minus u by v square കിട്ടും. കണ്ടോ? e raised to xy into y minus x into അല്ലെ, x into u by v square കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? e raised to x ന് പകരം എന്ത് കൊടുക്കാം? 2u plus v കൊടുക്കാം. y ക്ക് പകരം എന്ത് കൊടുക്കാം? u by v കൊടുക്കാം. y ക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കാം? u by v കൊടുക്കാം. x ന് പകരം 2u plus v കൊടുക്കാം into u by v square. അപ്പൊ ഫൈനൽ ആൻസർ എന്ത് കിട്ടി നമുക്ക്? u by v minus 2u plus v into u by v square. ബ്രാക്കറ്റിന് പുറത്ത് എന്ത് കിട്ടി? e raised to 2u plus v into u by v. ഇവിടുത്തെ പ്രോബ്ലത്തിന്റെ പ്രത്യേകത ബോത്ത് കേസ് നമ്മൾ എടുക്കുന്നത് എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്നത് എപ്പോഴാണ്? ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പോഴാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക് അത് സ്ട്രൈക്ക് ആവുള്ളൂ കേട്ടോ. അപ്പൊ ചെയ്ത് പഠിക്കാനായിട്ട്
പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.